ഹായ്, ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ഡിസ്കഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. കാരണം ലെവണക്സിൻ്റെ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലയൻ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട അഖിലയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഖില ഗ്ലോ ദ ഡിസൈനർ ഹബ് എന്നുള്ള ബുട്ടീക്കിൻ്റെ കോ ഫൗണ്ടറാണ്. അപ്പോൾ അഖിലയുടെ ഒരു സ്റ്റോറി, പ്രത്യേകിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് മലയാളി ബിസിനസ് ഓണേഴ്സിൽ ലേഡി ഓൺടർപ്രീനർഷിപ്പിൽ ഏറ്റവും വലിയൊരു ചരിത്രം സൃഷ്ടിക്കുക എന്ന് പറയുന്ന സ്വപ്നവുമായിട്ടാണ് അഖില എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ അഖിലയിലേക്ക് ഞാൻ വരാം. വെൽക്കം അഖില. ഹായ് സർ. യെസ് അഖില, ഇന്ന് നമ്മളൊരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു ഡിസ്കഷനാണ്. അപ്പോൾ അഖിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു പാഷൻ ബിസിനസ് ചെയ്യാനായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പാഷൻ്റെ പുറകിൽ അഖിലേനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ? എന്നെ ആക്ച്വലി ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നിട്ട് ഇപ്പോൾ ഏകദേശം 14 ഇയേഴ്സോളമായി. അപ്പോൾ ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ഐ വാസ് എ സിവിൽ എൻജിനീയർ. ഞാൻ അന്നൊന്നും ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു എല്ലാവർക്കും അങ്ങ് ആക്സസബിൾ ആയിട്ടുള്ളൊരു സംഭവം അല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞു, ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് തന്നെ പോയി. ഫീൽഡിലേക്ക് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു പാഷൻ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറാണ് എൻ്റെ കോ ഫൗണ്ടർ. ബ്രദറും ഫാമിലിയും ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവരൊന്ന് ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കോൺഫിഡൻ്റ് ആണെങ്കിൽ മുമ്പോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അന്ന് ആലോചിച്ച് കഴിക്കുന്നപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ഡിസൈനർ വെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ കുറവായിരുന്നു. ഡിസൈനർ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള റെഡിമെയ്ഡ്സ് എപ്പോഴും അവർക്ക് യൂസ് ചെയ്യണം, ഇഷ്ടമുള്ള കളർ കിട്ടില്ല, ഇഷ്ടമുള്ള പാറ്റേൺ കിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. സോ അപ്പോൾ അന്ന് എൻ്റെ ഉണ്ടായിരുന്ന ഒരു നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈനർ വെയർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഷോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഒരു ജേണി നോക്കിക്കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ജേണിയിൽ ഏറ്റവും അച്ചീവ്മെൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണ്? അതോടൊപ്പം എനിക്കറിയേണ്ടത് എന്തായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അച്ചീവ്മെൻറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സെലിബ്രിറ്റീസിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കോതമംഗലം പോലൊരു സ്ഥലത്തു നിന്ന് ഞാൻ വന്നു കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ബ്രാഞ്ച് ഇടാൻ പറ്റുമെന്നും, അതുപോലെ മിയ, ബാമ, അങ്ങനെ അനവധി സെലിബ്രിറ്റീസിനെ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലത്തെ ഒരു അച്ചീവ്മെൻ്റാണ് നമ്മൾ ഏതാണ്ട് 15,000-ഓളം ബ്രൈഡൽ ഡ്രസ്സ് എക്രോസ് വേൾഡ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളികളുണ്ട്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സിൽ ഒന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഉണ്ടായത് കൊറോണയുടെ ടൈമിലായിരുന്നു. കൊറോണയുടെ ടൈമിൽ എല്ലാവരും ശരിയാണ്, ചലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു എനിക്ക് ബിസിനസ് കൂട്ടേണ്ടി വരും, കാരണം ഇനി വേറെ ഓപ്ഷനൊന്നുമില്ല. അന്നാണെങ്കിൽ എൻ്റെ ഫാദറും ഓൾമോസ്റ്റ് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുക. അപ്പോൾ ഞാനും ബ്രദറും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അവരൊരു ഓപ്ഷൻ തന്നത്, ബ്രൈഡൽ കല്യാണം നടത്താം 14 പേരാണെങ്കിലും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തു, നമ്മൾ ഡ്രസ്സ് തരാം, കാരണം 14 പേരേ ഉള്ളെങ്കിലും ഇത് വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. അപ്പം അതൊരു ലൈഫ് ലോങ് എല്ലാവരും കാണേണ്ട ഒരു മെമ്മറി അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്ത് അന്ന് ഞങ്ങൾ ലേബേഴ്സിനെ ആരും വിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് അന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണ്ടായി. ഞങ്ങളും ലേബേഴ്സിനുള്ള സപ്പോർട്ടെല്ലാം ചെയ്ത് എറണാകുളത്ത് പിന്നെ ഞങ്ങൾ എല്ലാ സ്റ്റാഫിനെയും ഓൺലൈനാക്കി. ആക്ച്വലി വേണമെങ്കിൽ ഒരു ഓൺലൈൻ ബൊട്ടീക്ക് ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മളായിരിക്കാം, എനിക്കറിയില്ല, ഞാനത് ചലഞ്ച് ചെയ്യുന്നില്ല. ബട്ട് ആ സമയത്ത് നമ്മുടെ എല്ലാ ഓൺലൈൻ ഡിസൈനേഴ്സും ഓൺലൈനിൽ വർക്ക് ചെയ്തു, ഓർഡർ എടുക്കും. എൻ്റെ ബ്രദറ് ഇവിടെ ചെയ്യേണ്ട പ്രോസസ്സ് ഇവിടെ ചെയ്യും. അതിനുശേഷം ഞാൻ കോതമംഗലത്തേക്ക് കൊറിയർ ചെയ്യും. അപ്പം ഞാൻ ഇവിടെ വരും, എല്ലാ ദിവസവും എറണാകുളം വന്നു കൊറിയർ ചെയ്യും, അവിടെ നിന്ന് തിരിച്ചു തരേണ്ടത് നമുക്ക് തരും. അങ്ങനെ ഞങ്ങൾക്ക് അന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുത്തേക്കുന്നത്. കാരണം പെട്ടെന്ന് സ്റ്റാഫ് കുറഞ്ഞു, ലേബർ കുറഞ്ഞു, നമ്മുടെ ഒത്തിരി കാര്യങ്ങളിൽ ഒരു കൺട്രോൾ വന്നു. അന്നാണ് ഞാൻ. അപ്പോൾ ചലഞ്ചസ് ആണ് ആക്ച്വലി നമ്മളുടെ ഗ്രോത്തിന്റെ ഒരു ഫ്യൂവൽ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ഇപ്പൊ ഞാൻ അഖിലേനെ കോച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രദർ റോണിനെ കോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വലിയൊരു സിഗ്നേച്ചർ ഉണ്ടാക്കി എടുക്കണം, അല്ലെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് എഫോർട്സ് എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ അതിൽ പലപ്പോഴും ഞാൻ എൻ്റെ ഒരു കോച്ചിങ് എക്സ്പീരിയൻസിൽ നോക്കുന്ന സമയത്ത്
ഈ പാഷൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് മാത്രം റിസൾട്ടിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ബിസിനസ് ആകുമ്പോൾ അതിനകത്ത് നമ്പേഴ്സിലേക്ക് ഫോക്കസ്ഡ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ കോർ ടീമിൻ്റെ കൂടെ വളരെ ഡീപ്പായിട്ട് ഞാൻ ഇരുന്നതിന് ശേഷം ഇന്ന് അഖിലേനെ ഞാൻ നോക്കുന്ന സമയത്ത് റിയലായിട്ട് എന്താണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്, എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഈ ഒരു വർഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറയാം? ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോച്ചിങ് സെക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ, ഇന്നെന്നല്ല ലാസ്റ്റ് 1 ഇയർ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നും ഞാൻ വളരെ കുറച്ച് കോച്ചിങ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് ഒരു ലേഡി ഓണ്ടർപ്രണർ ആവുമ്പോൾ നമുക്കങ്ങനെ സമൂഹത്തിൽ അത്രയ്ക്കും ഭയങ്കര ആളുകളുമായിട്ട് കണക്ടിവിറ്റി ഇല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞാൽ വേഗം വീട് കഴിഞ്ഞ ഷോപ്പ്, എസ്പെഷ്യലി നമ്മളുടെ ഈ ഒരു ക്ലോത്തിങ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇത് ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് എടുത്താലാണ് നമുക്കൊരു പ്രൊഡക്റ്റ് പ്രോപ്പർലി ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കോച്ചിങ് കാര്യങ്ങൾ അങ്ങനെയൊന്നും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു കോച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടും സെയിലിൽ ഭയങ്കര ഒരു അപ്പ് കിട്ടി. അന്നും ഈ പറയുന്ന പോലെ സെയിലോ മാർക്കറ്റിങ്ങോ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ഫേസ്ബുക്കിൽ 5 lakh ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ കുറേ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു എഫേർട്ട് ഇല്ലാതെ ഇതിങ്ങ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് എങ്ങനെയോ ഒരു തോട്ട് വന്നു നമ്മുടെ ഉള്ളിൽ. ഓക്കെ, എല്ലാം കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു കോച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഒരു ഭയങ്കര വലിയ ഹൈപ്പ് വന്നു. പക്ഷേ ഈ അടുത്ത ക്വാർട്ടർ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ ഡെലിവറി ചെയ്യുന്ന സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓപ്പറേഷൻസ്, കാരണം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനത്തെക്കാട്ടിലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും ഒത്തിരി കൂടുതലായി നമ്മുടെ അടുത്തുള്ള ഓർഡേഴ്സ്. അപ്പോൾ ഇത് ഭയങ്കര ഇമോഷണൽ സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനം. ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നോട് ഒരു ദിവസം ഞാൻ ഈ ഇഷ്യൂസ് പറഞ്ഞപ്പോൾ, ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ 11X എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അതെന്ത് കമ്പനി? അരുൺ വിക്രം എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അപ്പോൾ പറഞ്ഞു, അതിൻ്റെ അകത്ത് കറക്റ്റ് അന്നന്ന് വൈകുന്നേരം നമ്മൾ കാര്യങ്ങൾ പറയണം, നമ്മൾ റിപ്പോർട്ട്സ് വെക്കണം, നമ്മളും നമ്മുടെ സ്റ്റാഫുമായിട്ടുള്ളവരെല്ലാം റിപ്പോർട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ എന്ത് നടന്നു, എന്ത് നടന്നില്ല, എവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്, എവിടെയാണ് പിഴയ്ക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് കൊള്ളാലോ, അങ്ങനെ ഓക്കെ. അപ്പം ഞാനത് അവിടെ കേട്ടു വിട്ടു. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രഗിളാണ്. അപ്പം ഞാനിങ്ങനെ ഇതെങ്ങനെ ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഈ ഫ്രണ്ട് തന്നെ ഈ ലിങ്ക് അയച്ചത്. ഫ്രണ്ട് പറഞ്ഞു, ഞങ്ങളൊന്നും പോകുന്നില്ല, നിനക്കല്ലേ സ്ട്രഗിൾ, നീ ഒന്ന് പോയി നോക്ക്, നീ പോയിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജൂലൈ 3 എൻ്റെ ബ്രദറിനോടും പറഞ്ഞു, അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ ബ്ലൈൻഡായിട്ട്, അന്നും ഇന്നും ഞാനിതിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുള്ള ഡേറ്റ, ഡയറക്ഷൻ അങ്ങനെയൊക്കെ കേൾക്കുന്നു. അതുപോലെ ഇതിൻ്റെ ക്ലാരിറ്റി കോമ്പസ് കാണുന്നു. ഓക്കെ, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇതിന് മുന്നേ. NBGP എന്നൊക്കെ പറയുന്നു. ഇത്രയധികം ലക്ഷങ്ങളുടെ സെയിൽ നടന്നപ്പോൾ ഞാൻ അവരോടൊക്കെ പറയണ്ടായി, എനിക്കിതിൽ കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ എന്നെ സെലക്ട് ചെയ്ത ആളോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് 5 ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അജയുടെ വേർഡ്സ്. ഞങ്ങൾക്ക് 5 ഞാൻ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താ? എനിക്ക് ആ കുറച്ച് വേർഡാണെന്ന് അറിയാവുള്ളൂ. അതിൻ്റെ അകത്ത് ഈ സ്ട്രാറ്റജിയൊക്കെ അറിയാവുന്നു. അതൊക്കെ എടുത്ത് ഞാനങ്ങ് ചോദിച്ചു, എന്താ സ്ട്രാറ്റജി? മാഡം, ഞങ്ങൾക്ക് 5 സ്ട്രാറ്റജി ഉണ്ട്, 5 ഫണ്ടമെൻ്റൽ സ്ട്രാറ്റജി അതിൻ്റെ ഉണ്ട്. അത് വെച്ച് മാഡം നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് അല്ല അതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ അഷ്വർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേയധികം സംശയങ്ങളോടെയാണ് ഇതിൻ്റെ പ്രീ സെഷൻസ് വരുമ്പോഴാണെങ്കിലും ഞാൻ നേരിട്ടാലും സാറിനോട് ചോദിക്കുന്നു. എനിക്ക് ഫിയറാണ് ചോദിക്കുക. എന്നാലും ഞാൻ ചോദിച്ചു, ഇതൊരു ക്രൗഡഡായി പോവോ എന്ന് ചോദിച്ചു. ഇത് അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ധനം ഇവന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്താണേലും വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പ്രീമിയം കോച്ചിങ്ങിന് ഞാൻ ഹാൻഡ് റേസ് ചെയ്ത ആളാണ്. പക്ഷെ എന്തോ എന്നെ എടുത്തില്ല അതിന്. അത് കഴിഞ്ഞ് ഞാൻ എന്താണേലും അപ്പം തന്നെ അവിടെ പേയ്മെൻറ്റ് അടച്ചു. അപ്പം എൻ്റെ ബ്രദർ നമ്മൾ പേയ്മെൻറ്റ്, ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. സോ ഇതൊക്കെ ബിസിനസ്സിൽ വേണ്ട കാര്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ
നമുക്കറിയാത്ത കാര്യങ്ങൾ മേ ബി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, പക്ഷെ ബിസിനസ്സിൻ്റെ എഡ്യൂക്കേഷൻ നമുക്കില്ല. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സും ജോയിൻ ചെയ്തു ഉടനെ തന്നെ. എല്ലാവരും ഇപ്പോൾ ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ എന്താണ് ആക്ച്വലി ഇപ്പം ഓക്കെ നമ്മളുടെ പ്രോസസ്സിൻ്റെ പാർട്ടായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് വരുന്ന പല ആളുകളും ഉണ്ടെങ്കിലും റിയലി ഈ ഒരു 8 months ജേണിയിൽ അഖിലേനെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് തോന്നിയ ഒരു ടോപ്പ് പ്രയോറിറ്റിയിൽ ഈ ഒരു ക്ലാരിറ്റി കിട്ടിയപ്പോൾ ബിസിനസ്സിലേക്ക് ഇത്രയും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്ന റിയൽ ലേണിംഗ് എന്താണ്? റിയൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ റവന്യൂ അല്ല ആക്ച്വലി ഉള്ള നമ്മളുടെ ഒരു റവന്യൂ കൂടി എന്ന് വെച്ചിട്ട് പ്രോഫിറ്റ് കൂടുന്നില്ല. സോ ആ റവന്യൂ അല്ല, പ്രോഫിറ്റാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ 11X'ൽ മെയിൻ ഗെയിം എന്ന് പറയുന്നത്. സോ ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് 10% കൂടി, പക്ഷെ ആ 10% കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഫാക്ടർ ചിലപ്പോൾ ചെക്ക് ചെയ്യണ്ടാവില്ല. അപ്പോൾ ആ പ്രോഫിറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു 3 year ഗോൾ. ഇപ്പം ഞാനാണെങ്കിൽ പല കോച്ചുകളുടെയും എല്ലാ പ്രാവശ്യവും ഞാൻ ഈ പ്രാവശ്യം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമ്മൾ 2026 ആയപ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഈ വർഷം സെറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്തതോ? സോ ആ ഒരു ഡയലോഗ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിൽ ഇത് പോകുന്നു. 3 year ഗോള് നമ്മുടെ ഒരു വിഷനാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ 3 year ഗോളിൽ ആ 3 year ഗോളിലേക്ക് എവിടെ എത്തണം. ഇപ്പോഴാണെങ്കിലും ഇന്നത്തെ ഇതിലാണെങ്കിലും ഓരോ സെക്ഷനിലും നമ്മൾ ഒരിക്കലും ആ ഒരു 3 year ഗോൾ വിട്ടിട്ട് യാതൊരു ഗെയിമുമില്ല. ആ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും ഇന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ഉണ്ടല്ലോ. ഓക്കെ, ആ റീസൺ എന്ന് പറയുന്നത് അഖിലേക്ക് അറിയാവുന്നത് പോലെ തന്നെ $1 trillion എക്കോണമി ആയിട്ട് നമ്മുടെ നാടിനെ മാറ്റുക എന്ന് പറയുന്ന വലിയൊരു വിഷനുമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ November 1 നമ്മുടെ കേരള പിറവി ദിവസം നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ബിസിനസ് ഓണേഴ്സിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാനൊരു 11 കമ്പനീസിനെ സെലക്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അതിൽ 11X എലൈറ്റ് സർക്കിൾ എന്നുള്ള ഒരു പേര് ആദ്യമായിട്ട് നിങ്ങൾ കേട്ടത് ആ ഒരു ലെവലിൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് അന്നാണ് കിട്ടിയത്. അതിൽ 31 ആളുകൾ റെഡി ആയപ്പോൾ അതിൽ ഫസ്റ്റ് ടോട്ടലി കംപ്ലീറ്റ്ലി ഈ സിസ്റ്റത്തിലേക്ക് സറണ്ടേഡ് ആയിട്ട് അത്രയും ഈ പറയുന്ന ഒരുപാട് കോടികളുടെ ടേൺ ഓവറുള്ള ആളുകൾ നിൽക്കെ ഒരു ലേഡി ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ അഖിലയാണ് ഫസ്റ്റ് അതിൻ്റെ വില്ലിങ്നെസ് ഷോ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് അഖിലയുടെ ടീമിന് ഒരു കോർ ടീം ഡിസ്കഷൻ ഒരു ഗിഫ്റ്റായിട്ട് തീർച്ചയായിട്ടും 11Xന് തരാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ ഡിസിഷൻ വന്നത്? അത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുമ്പോഴും അഖില ആ ഒരു ഫസ്റ്റ് റെഡിനെസ് ഷോ ചെയ്തു എന്നുള്ളതാണ്. ഒന്ന് പറയാമോ? ഞാനത് ചെയ്തത് ഞാൻ 100% കാണുന്നതാണ് 11Xൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ ഞങ്ങൾക്ക് കമ്മിറ്റ് ചെയ്തേക്കുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട്. അതായത് ഞങ്ങൾക്ക് തേഴ്സ്ഡേയും സൺഡേയും ആണ് പറഞ്ഞേക്കണം, പിന്നെ സാറ്റർഡേ മന്തിലൊരു അതല്ലാതെ നമ്മുടെ CEO ഡാഷ്ബോർഡിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലാരിറ്റി ക്ലാസ് എടുക്കുന്നു, അതിൻ്റെ ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ എടുക്കുന്നു. സോ പറയുന്നതിനെക്കാട്ടിലും ഒരു 100 ഇരട്ടി തരാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്കൊരു പ്രോഫിറ്റ് പോലും ഇല്ലാതെ ഒരു എലീറ്റ് സർക്കിൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് 1000 ഇരട്ടി ആയിരിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസം ഉള്ളത് കൊണ്ടും പിന്നെ എനിക്കതിൽ നിന്ന് ഒരു കാരണവശാലും പുറത്ത് പോകാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റും പിന്നെ എനിക്ക് ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സറണ്ടറിങ് സിസ്റ്റം ഉണ്ട്. മേ ബി ഞാൻ ചിലപ്പോൾ താഴെ വീണ് പോകുന്നുണ്ടാവാം, പക്ഷെ എന്നാലും എൻ്റെ സറണ്ടറിങ് ഞാൻ കളഞ്ഞിട്ടില്ല ഒരിക്കലും. ആ ഒരു സറണ്ടറിങ്ങിലാണ് ഞാനത് വിശ്വസിച്ച പേയ്മെൻറ്റ് അവിടെ 100% വിശ്വസിച്ച് തന്നു. അതിലേക്ക് അറിയാവുന്ന പോലെ ഇവിടെ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷമാകുമ്പോഴാണ് March 11th ആകുമ്പോൾ ഈ 11Xൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തുടക്കം മുതലേ ഉള്ള ബിസിനസ് ഓണേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പേപ്പർ കഷ്ണമെങ്കിലും 11Xൽ നിന്ന് ഒരു അപ്രീസിയേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ റിയലി അതിൻ്റെ മുകളിൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാത്ത ഒരു അപ്രീസിയേഷൻ ഇവിടെ നിന്ന് കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ അഖിലേക്ക് അറിയാവുന്ന പോലെ തന്നെ 11X എലൈറ്റ് സർക്കിളിൻ്റെ പാർട്ടായിട്ട് അഖില നിൽക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു ജേണി നമ്മളൊരു വിഷനായിട്ട് പോവാണ്. 111 കമ്പനീസിനെ 1000 CR+ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വിഷൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 2031 ആകുമ്പോഴേക്കും ആ 111 അഖില ഉണ്ടാവും എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ അവിടെ നിന്ന് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആണുള്ളത്? എന്ത് വിഷനാണ് അഖിലേനെ ഡ്രൈവ് ചെയ്യുന്നത്?
എൻ്റെ റിയൽ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ്, ഇന്ത്യ ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ, ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ ലോകമൊട്ടാകെ എന്നല്ല, ഇന്ത്യയിലും കേരളത്തിലും ഞാൻ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളുകൾ. നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഭയങ്കര ലേഡീസിന് ഭയങ്കര എംപവേർഡ് ആണ്, ഞാൻ വളരെ, അല്ലെങ്കിൽ ലേഡീസ് ഭയങ്കര ഫ്രീ ആണ്, അവർക്ക് എല്ലാ ഫ്രീഡവും ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും വളരെ ലിമിറ്റേഷൻസിലാണ് ജീവിക്കുന്നത് ഞങ്ങൾ ലേഡീസ്. ഞാനൊരു ബീന കണ്ണൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഞാൻ അത്ര പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യവുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ രാത്രിയിൽ 3 o'clock എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തം കാറേ പോകുമ്പോൾ പോലും ഫോളോ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് പേടിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് മാറി ആ ഒരു എല്ലാവർക്കും ഒരു എംപവർമെൻ്റ് ഉണ്ടായി, ഒരു റിയൽ ഫ്രീഡം. അത് ഞാൻ കാരണവും എൻ്റെ കൂടെ ഉള്ളവർ കാരണവും അത് കുറച്ചും കൂടെ നമ്മൾ യൂറോപ്യൻ കൺട്രീസ് പോലെയൊക്കെ ബെസ്റ്റ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒത്തിരി ലേഡീസ് പഠിക്കാനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോവാം. എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യം. എൻ്റെ മോളാണെങ്കിൽ പോലും കുറച്ചാൾ ഞാനൊന്ന് പുറത്ത് പോയി പഠിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കണമെങ്കിൽ നമ്മളിവിടെ എല്ലാവരും ആ ഒരു എംപവർമെൻറ്റ് കൊണ്ടുവന്ന് ലേഡീസും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, പറയുന്ന ജെൻഡർ ഈക്വാലിറ്റി അല്ല, ഒരു റിയൽ ഈക്വാലിറ്റി കൊണ്ടുവരാൻ എൻ്റെ കോൺട്രിബ്യൂഷനിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് ഈ $1 trillion അല്ലെങ്കിൽ 1,000 crore എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊരു റോൾ മോഡലാവും. എന്നെപ്പോലെ ഒത്തിരി പേർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റും. ലേഡീസിൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറയും മൾട്ടി ടാസ്കേഴ്സാന്ന് പറയും. അപ്പോൾ ആ ഒരു മൾട്ടി ടാസ്കിങ് എല്ലാവരും ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ അഖില പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ലേഡീസിന് ഒരു റോൾ മോഡലായിട്ട് ബിൽഡ് ചെയ്യാൻ ഗ്ലോ ദ ഡിസൈനർ ഹബിനും അതുപോലെ അഖിലയ്ക്കും അതുപോലെ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള റോണിനും ടോട്ടൽ ടീമിനും എല്ലാവിധ വിഷസും തരുന്നതോടൊപ്പം തീർച്ചയായിട്ടും ലെവണക്സിൻ്റെ കോച്ചിങ് സിസ്റ്റത്തിൽ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഒരു ജേണി തുടരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് അഖില.